നിനക്ക് ഈ സമയത്തല്ലാതെ കാശ്മീരിൽ വേറെ സമയമൊന്നും കണ്ടില്ലേ പോകാനായിട്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. കാശ്മീരിൽ പോകാൻ നിനക്കിപ്പോൾ വട്ടാണോ അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിയില്ലേ എന്നൊക്കെ ചോദിച്ച ആളുകൾ വേറെയുണ്ട്. പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പ്രൈസ്ലെസ് ആയിട്ടുള്ള മൊമെന്റ്സ് സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു കാശ്മീർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആ ഒരു യുദ്ധ സമയത്ത് നിന്ന് നമ്മൾ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം കാണിക്കാൻ പോകുന്നത്. ഓപ്പറേഷൻ സിന്ധു എല്ലാ ലൈറ്റുകളും സ്വിച്ച്ഡ് ഓഫ് ഫ്രം കംപ്ലീറ്റ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടേക്കാണ്. പുറത്ത് പട്ടികൾ ഇങ്ങനെ കുരക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ടെൻഷനാണ്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ആവശ്യം വരാണ് പെട്ടെന്ന് പോണ്ടി വന്നാൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. 100 വർഷത്തിന് മേലെ പാരമ്പര്യമുള്ള കാശ്മീരി ഒത്തന്റിക് വസ്വാൻ ക്യുസിൻ കഴിക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ കോൾ എൻ്റെ ഡ്രൈവറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഷെയിം ബ്രോ ആപ്പ് കിതറ എന്ന് ചോദിച്ചിട്ട്. പ്രത്യേകിച്ച് ആ ഒരു കോളിൽ എനിക്കൊരു അസ്വാഭാവികതയും തോന്നിയില്ല. കാരണം കുറെ നേരം ഫ്രണ്ട്സിന്റെ ഒപ്പം ആയതുകൊണ്ട് ഞാൻ മൊബൈലൊന്നും നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ഇടയിലാണ് എൻ്റെ ടൂർ ഗൈഡ് വിളിക്കുന്നത്. ഷെയ്ൻ എപ്പോഴാണ് പുറത്ത് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് ഹോട്ടലിൽ എത്താം, എത്രയും പെട്ടെന്ന് തിരിച്ച് ഹോട്ടലിൽ എത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ ഹോട്ടലിൽ തിരിച്ചെത്തെന്ന് പറഞ്ഞ് കോള് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. സമയം രാത്രി 8 മണി ആയിട്ടേ ഉള്ളൂ. കൂടെ ഭക്ഷണം കഴിക്കാണ്ടായിരുന്ന റഷീദ് ബ്രോ പറഞ്ഞു നമുക്ക് ഇതിന് ശേഷം നേരെ നല്ലൊരു ഷേക്ക് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അത് കഴിഞ്ഞിട്ട് തന്നെ ഹോട്ടലിൽ തിരിച്ച് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അത് ഷേക്ക് കഴിക്കാൻ വേണ്ടി പോകുന്നതും പോകുന്ന വഴിക്കാണ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഷേക്ക് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും പ്രോപ്പർ പറ്റിയില്ല. ഫുള്ളി ഇരുട്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് എന്റെ ഹോട്ടലിൽ നിന്നും കോൾ വരുന്നത്. എത്രയും പെട്ടെന്ന് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഹോട്ടലിൽ തിരിച്ചെത്തണമെന്നും അവിടുത്തെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കണമെന്ന് പറഞ്ഞിട്ട്. മൊബൈലിലെ ന്യൂസും അലേർട്ടും ഒക്കെ കണ്ടപ്പോഴാണ് നമുക്ക് ശരിക്കും സിറ്റുവേഷന്റെ ഗൗരവം മനസ്സിലാവുന്നത്. തൊട്ടടുത്തുള്ള വില്ലേജുകളിലൊക്കെ ഡ്രോൺ അറ്റാക്ക് നടക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്കൂളൊക്കെ തകർത്തു എന്ന് കേട്ടപ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് പേടിച്ചു കേട്ടോ. ടെൻഷൻ ആവാനായിട്ട് വേറൊരു മെയിൻ കാര്യം കൂടിയുണ്ട്. തൊട്ടടുത്തുള്ള ശ്രീനഗർ എയർപോർട്ടും ജമ്മു എയർപോർട്ടും ഇനി മറ്റുള്ള എയർപോർട്ടുകളൊക്കെ ക്ലോസ്ഡ് ആണ്. അതുമാത്രമല്ല NH44 നാഷണൽ ഹൈവേയും ക്ലോസ്ഡ് ആണ് മഡ് സ്ലൈഡിങ് കാരണം. ശ്രീനഗറിൽ നിന്നും ജമ്മു വഴി നമ്മൾ എങ്ങനെ ഇനി പുറത്ത് കടക്കുമെന്ന് ആലോചിച്ചിട്ടാണ്. കാരണം ജമ്മുവിൽ ആ സമയത്ത് വളരെ കൂടുതൽ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തിരിച്ച് ഹോട്ടലിലെത്തി വർഷങ്ങളായിട്ട് ശ്രീനഗറിൽ തന്നെ താമസിച്ചതൊക്കെ കണ്ടുപോരുന്ന ആളുകളുടെ മുഖത്ത് പോലും ആ ഒരു ഭയം എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. എന്ത് വന്നാലും പേടിക്കേണ്ട, നമ്മൾ റിസപ്ഷനിൽ കൂടെ തന്നെയുണ്ട്, സേഫ്റ്റിക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും എന്ന് അവർ പറഞ്ഞെങ്കിൽ കൂടിയിട്ടും അവരുടെ മുഖത്തുള്ള ആ ഒരു പേടിയിൽ നിന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വിചാരിക്കുന്നേക്കാൾ അപ്പുറമാണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളത്. ഞാൻ റൂമിൽ കയറിയതോടുകൂടി അവർ ഹോട്ടലിലെ കംപ്ലീറ്റ് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തു. അതുവരെ രാത്രി 12 മണി വരെ പാട്ടും കളികളായിട്ട് നടന്നിരുന്ന ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു റിസപ്ഷൻ പോലും കംപ്ലീറ്റ്ലി പിൻ ഡ്രോപ്പ് സൈലന്റ്. അകലെ നിന്ന് പട്ടികളുടെ ആ ഒരു കോരിടലും ആ ഒരു ശബ്ദവും ഒച്ചിടലും മാത്രമായിരുന്നു. പിന്നീട് എവിടെയോ എന്തൊക്കെയോ പൊട്ടുന്നൊരു ശബ്ദവും. എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എന്താണ് പുറത്ത് നടക്കണേന്നുള്ളത്. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ന്യൂസ് കണ്ടതുകൊണ്ട് തന്നെ വിളിയോട് വിടി മൊബൈലിൽ ഞാനാണെങ്കിൽ ആരും ഫോൺ എടുത്തിട്ടുമില്ല. എല്ലാവരും പറയുകയും ചെയ്തു ഞാൻ ഓക്കെയാണ്, സേഫ് ആണ്, കുഴപ്പമില്ല എന്നൊക്കെ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ കൂടിയിട്ടും ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നാളെ നമ്മൾ എങ്ങനെ ശ്രീനഗറിൽ നിന്ന് പുറത്ത് കടക്കുന്നുള്ളത്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഷോൾഡർ ബാക്ക് പാക്ക് മാത്രം എന്റെ കയ്യിലും വെച്ചിട്ടാണ് അന്ന് കിടന്നത്. കാരണം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മീറ്റ് ഓടേണ്ടി വരും. അതിലാണ് എന്റെ പാസ്പോർട്ടും. ഇത് പറയുമ്പോൾ ഞാൻ അന്ന് ഒറ്റക്ക് അനുഭവിച്ച ആ ഒരു ഭീകരാവസ്ഥ ശരിക്കും എന്റെ മനസ്സിലോട്ട് പോടി വരാണ്. വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. റഷീദ് തന്നെ തിരിച്ച് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുന്നേക്കാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലെ ഒരുമിച്ച് തന്നെ ട്രെയിൻ യാത്ര തുടങ്ങാം. ശ്രീനഗറിൽ നിന്നും ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അതും നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ട്രെയിൻ ഉണ്ടാവോ അതോ ഇല്ലേ? ഇത് ആലോചിച്ചുകൊണ്ട് ഈ രാത്രി എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നേരം വെളുപ്പിച്ചതൊക്കെ. രാവിലെ തന്നെ ഡ്രൈവർ വന്നതിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അന്ന് വരെ ചിരിച്ചു കണ്ടിരുന്ന അവന്റെ മുഖത്ത് ടെൻഷൻ മാത്രമേ കണ്ടുള്ളൂ. റഷീദ് അപ്പോഴത്തേക്കും വണ്ടിയായിട്ട് വന്നു. ഞങ്ങൾ നേരെ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോവാണ്. വടകരയിൽ നിന്നും കാശ്മീർ കാണാൻ വന്നിരുന്ന റഷീദിന്റെ ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരവരുടെ ഡ്രൈവറായിട്ട് യാത്ര പറയുകയും കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് നമ്മുടെ യാത്ര തുടങ്ങാണ്. എങ്ങനെയാണ് നമ്മൾ ഇനി തിരിച്ച് നാട്ടിലെത്താന്നുള്ള ആശങ്കയോടെയുള്ള ഒരു യാത്ര. സ്റ്റേഷനിൽ നിന്നും ടിക്കറ്റ് വാങ്ങി പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. യുദ്ധഭൂമിയിൽ നിന്നും രക്ഷപ്പെടാൻ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളും കുടുംബങ്ങളും. കാശ്മീർ കാണാനും സന്തോഷിക്കാനും വന്ന ആളുകളുടെ മുഖത്ത് ആ ഒരു നിരാശ എന്നെ കുറച്ചൊന്നല്ല അസ്വസ്ഥമാക്കിയത്. കാരണം ഇങ്ങോട്ട് വരിക, സന്തോഷിക്കുക എന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇവിടെ തകർന്നു പോകുന്നത്. ശ്രീനഗറിൽ നിന്നും അവസാന സ്റ്റോപ്പായ സങ്കൽഡാനിലോട്ട് പോകുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിലുള്ള ഒരു 3 മണിക്കൂറത്തെ യാത്ര എനിക്ക് വർണ്ണിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഓരോ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമ്പോൾ ആളുകൾ ഇങ്ങനെ കൂടി വരാണ്. ശരിക്കും ഒന്ന് കാലുകുത്താൻ പോലും നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് കുറച്ചുപേർ അസ്വസ്ഥരായി ബോധം കെടുകയും അവരെ കണ്ടു കറിയുന്നവരുടെ കുട്ടികളുടെ മുഖം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദുരനുഭവം
അനുഭവങ്ങളായിരുന്നു. ശ്രീനഗറിൽ നിന്നും സംഗൽഡാനിലോട്ട് ഏകദേശം 120 കിലോമീറ്റർ ആണ് ഉള്ളത്. അതിൽ 38 ടണലുകളാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ചില ടണലുകൾ എന്ന് പറയുന്നത് 12-13 കിലോമീറ്റർ ഉണ്ട്. അതിന്റെ ഉള്ളിലോ മരം കോച്ചുന്ന തണുപ്പും. ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. പക്ഷെ നമ്മൾ ആ ഒരു സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമയമല്ലായിരുന്നു. മഞ്ഞ് പെയ്യുന്ന സമയത്താണ് നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വർഗ്ഗതുല്യമായിരിക്കും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഞെങ്ങിയും അമർന്നും നിന്നും ഒക്കെ നമ്മൾ ഏകദേശം 3.5 മണിക്കൂർ കൊണ്ട് സംഗൽഡാനിലെത്തി. അവിടെ നിന്നൊരു ജനസാഗരം തന്നെയായിരുന്നു പുറത്ത് കിടക്കാനായിട്ട്. ശരിക്കും ഇതൊരു അനുഭവമാണ് കേട്ടോ. ഓക്കെ, സ്റ്റേഷനിൽ നിന്നും കഷ്ടപ്പെട്ട് പുറത്തിറങ്ങിയപ്പോൾ യാത്രക്കാരെ കാത്ത് ഒരുപാട് വണ്ടികൾ, ട്രാവലേഴ്സ് ഉണ്ട്, സ്കോർപിയോ, ടവേര. പക്ഷെ നമ്മളൊരു സ്കോർപിയോ ആണ് വാടക എടുത്തത്. 6000 രൂപ പറഞ്ഞുറപ്പിച്ച് ഞങ്ങൾ ഉദംപൂർ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ജമ്മുവിൽക്കും പോകുന്ന ഒരുപാട് വണ്ടികൾ വേറെ ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ രാവിലെ മുതൽ ഇപ്പൊ വരെ ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഞാൻ കുറച്ച് ബണ്ണൊക്കെ വാങ്ങി കൊടുത്തു. അങ്ങനെ നമ്മൾ അടുത്തൊരു യാത്ര തുടങ്ങാണ് ഉദംപൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട്. ഈ ഒരു വണ്ടിയിൽ ഏകദേശം 85 കിലോമീറ്റർ മലയോര പാതകളിലൂടെയുള്ള ഒരു യാത്രയാണ്. ശരിക്കുള്ള NH44 മഡ്സ്ലൈഡ് കാരണം ബ്ലോക്ക് ആയതുകൊണ്ട് ഇതിലൂടെയുള്ള ഒരു യാത്രയാണ്. എല്ലാവരും ഈ വഴിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. കൂടാതെ നല്ല മഴയും ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡും. പക്ഷെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു കൂസലില്ലാതെ അവൻ ചവിട്ടി വിടാണ്. ശരിക്കും നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഉള്ളിൽ എന്താണ് പറ്റാന്ന് ആലോചിച്ചിട്ട്. കാരണം ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഉദംപൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. ജമ്മുവിന്റെ തൊട്ടടുത്താണ് പാകിസ്ഥാന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നവും ഡ്രോൺ അറ്റാക്ക് നടക്കുന്ന ഒരു സ്ഥലം. പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി നമ്മൾ ചായ കുടിച്ചു. രാജ്മ ചാവൽ റൈസിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളൊന്നും കഴിക്കാനൊന്നും നിന്നില്ല. പോകുന്ന വഴിക്ക് വണ്ടിയിൽ പിള്ളേരെ കുറച്ച് പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളിലെ ടെൻഷൻ കുറെ ഒന്നും നമ്മൾ ശരിക്കും അറിഞ്ഞില്ല എന്ന് തന്നെ പറയാം. ഏകദേശം 5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഉദംപൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തുന്നത്. 8:30ക്കുള്ള ട്രെയിനാണ് അവർക്ക് കിട്ടിയത്. എനിക്ക് കിട്ടിയ ട്രെയിനോ രാത്രി 11:30ക്കും. അവർ പോയതിനു ശേഷമാണ് റെയിൽവേ സ്റ്റേഷനിൽ ബ്ലാക്ക് ഔട്ട് ഒക്കെ അനൗൺസ് ചെയ്യുന്നത്. യാത്രയിൽ പുതിയ ആളുകൾ നമ്മൾ പലപ്പോഴും പരിചയപ്പെടാറുണ്ട്. പക്ഷേ ഒരു ടെൻഷന്റെ ഇടയിൽ ഇവരെനിക്ക് ശരിക്കൊരു റിലീഫായിരുന്നു. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു, ഒരുമിച്ച് ഭക്ഷണങ്ങൾ കഴിച്ചു, ഒരുമിച്ച് പാട്ടുപാടി. ആ ഒരു യാത്ര എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജമ്മുവിന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഡ്രോൺ അറ്റാക്സ് ഒക്കെ രാത്രി നല്ലോണം ഉണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് ഒരു ബ്ലാക്ക് ഔട്ട് ഒക്കെ അനൗൺസ് ചെയ്യുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡ്രോൺ അറ്റാക്സ് ഒക്കെ മുകളിലൂടെ പോകുന്നതും അത് പൊട്ടിക്കുന്നതും. ആ ഒരു ഭീകരാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 11:30ക്ക് വരേണ്ട ഒരു ട്രെയിൻ വീണ്ടും ലേറ്റ് ആയി. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം 1 മണിക്കാണ് ആ ഒരു ട്രെയിൻ വന്നത്. എന്നിരുന്നാലും വളരെ സേഫ് ആയിട്ട് തന്നെ ഡൽഹിയിലോട്ട് തിരിച്ചെത്തി. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യാത്രയിൽ ഞാൻ പഠിക്കേണ്ടായി. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ യാത്രയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് വരാൻ പറ്റുക. പ്രാർത്ഥനയായിട്ടും മെസ്സേജ് ആയിട്ടും അയച്ച എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഈ ഒരു യാത്ര എന്റെ ഏതൊരു യാത്രയേക്കാളും വിലപ്പെട്ടതാണ്. തിരിച്ച് കാശ്മീരിലോട്ട് ഉടൻ തന്നെ പോകുന്നു മനസ്സിലോർപ്പിച്ചുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച് വാണ്ടറിംഗ് ഫുഡി.